ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. കുഞ്ഞ് എഴുന്നേറ്റതിന് ശേഷമാണ് ഞാൻ എഴുന്നേറ്റത്. ആൾ പിന്നെ ഞാൻ എഴുന്നേറ്റപ്പം ഞാൻ കിടക്കാൻ സമ്മതിച്ചില്ല. അതാണ് ഉണ്ടായത്. അമ്മ വേണ്ട രാവിലെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിക്കുള്ളതൊക്കെ റെഡിയാക്കാണ് കേട്ടോ. അമ്മ അച്ഛനും ഇന്നലെ രാത്രി വന്നതാണ്. ഒരു ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങി ഇവിടെ 7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഗ്രീൻ പീസിനുള്ള അരപ്പ് ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്കധികം ജോലിയൊന്നും ചെയ്യേണ്ട, എല്ലാം അമ്മ ചെയ്ത് തരും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ലയോ, അതുകൊണ്ട് അമ്മ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മ ചെയ്യും. അങ്ങനെ സഹായിക്കുമ്പോൾ നമ്മൾ പിന്നെ മാറിയിരിക്കണമല്ലോ. പക്ഷേ ഞാൻ അങ്ങനെ ഇരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒട്ടും ചെയ്ത് സഹായിക്കത്തില്ല, ഞാൻ മാറി ഇരിക്കത്തതേ ഉള്ളൂ. ഇവിടുത്തെ അച്ഛനാണെങ്കിൽ ജോലിക്ക് പോയി. 2 ദിവസം കൊണ്ട് ജോലി ഉണ്ടായിരുന്നു. അച്ഛൻ ജോലിക്ക് പോയി. പിന്നെ എൻ്റെ അച്ഛനുണ്ട്, ആളവിടെ TV കാണാണ്, ക്രിക്കറ്റിൻ്റെ ആളാണ്. പിന്നെ അങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ചന്തയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ ചന്തയിൽ പോയി. കുറച്ച് നേരമൊക്കെ അങ്ങനെ മീനൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചീരയും പച്ചമുളകും തക്കാളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളച്ചൂടയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഇച്ചിരി പീര പറ്റിക്കുള്ള അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണി കഴുകാനുണ്ടായിരുന്നു. ഞാൻ നേരെ അത് തുണിയാണെങ്കിൽ വാഷിംഗ് മെഷീനിലോട്ടിട്ടു. ഈ സമയത്ത് അമ്മ അവിടെ ചക്ക പൊളിക്കുകയായിരുന്നു. അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന ചക്ക, അങ്ങനെ ചക്കയൊക്കെ പൊളിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചേട്ടൻ പോയി ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അമ്മ ചിക്കൻ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് അരിഞ്ഞ് കൊടുത്തു. സവാള ഞാൻ അരിഞ്ഞു കൊടുത്തു, കൊച്ചുള്ളി അമ്മയാണ് അരിഞ്ഞത്. അമ്മ ചക്കയൊക്കെ റെഡിയാക്കി അതിന് തേങ്ങയൊക്കെ തിരിഞ്ഞ് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ചേട്ടനാണെങ്കിൽ എഴുന്നേറ്റ് വന്നതേ ഉള്ളായിരുന്നു. ചേട്ടൻ നല്ല കാപ്പി കഴിക്കുകയാണ്. ഞങ്ങൾ ഈ ഗ്യാപ്പിലൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞിനും കൊടുത്ത് ഞാനും ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. അമ്മയുടെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ചേട്ടൻ വേണ്ട ഇവിടെ എനിക്ക് നല്ലൊരു ഡാൻസൊക്കെ കളിച്ച് കാണിച്ച് തരാണ്. പിന്നെ ചേട്ടൻ പോയി ഷാർജ അടിക്കാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിലൊരു കപ്പലിൻ്റെ മുട്ട ഉണ്ടായിരുന്നേ. ഞാനാണ് കുഞ്ഞാണ്ട് ഉറക്കം വരുന്നതാണ്. അങ്ങനെ നിർബന്ധമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ കൊണ്ടുപോയി ആളെ കുളിപ്പിച്ചു. ഇപ്പോൾ കുളിപ്പിക്കുമ്പോൾ ഇച്ചിരി കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഹായ് പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഹായ് ഒക്കെ എല്ലാവർക്കും ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇയാളെ ഉറക്കുന്ന ടാസ്കിലോട്ട് കിടന്നു. ആളെ ഉറക്കി. പിന്നെ വല്ലപ്പോഴും ഉള്ള പിരികൊക്കെ എഴുതുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഉറക്കി ആളെ കിടത്തിട്ട് ആൾ ചരിഞ്ഞ് കിടന്നാണ് ഉറങ്ങുന്നത്. അമ്മ മീനൊക്കെ ഈ സമയത്ത് വൃത്തിയാക്കിക്കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു ഞാൻ പിരികൊക്കെ റെഡിയാക്കണം. അങ്ങനെ അതും വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ടാസ്ക് പാത്രം കഴുകാനാണ്. അത് പിന്നെ അമ്മ അങ്ങ് ഏറ്റെടുത്തു. ചേട്ടൻ ചൂണ്ടയിടാൻ പോയിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ്റെ പുറകെ പോയതാണ്. അപ്പോൾ ഏതായാലും പോയത് വെറുതെ ആയില്ല. 2 കരട്ടി കിഴിയുണ്ട്, അതും പിടിച്ചുകൊണ്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും മോൻ ഉറങ്ങുന്നു. ചേട്ടൻ കുളിച്ചേച്ച് കുഞ്ഞിനെ എടുത്തു. ആ സമയത്ത് ഞാനും പോയി കുളിച്ച് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഞാൻ മോനെയൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അമ്മ പിന്നെ പോയി ചക്കയൊക്കെ അരിഞ്ഞ് വെക്കാൻ കേട്ടോ, വറുക്കാനായിട്ട് അരിഞ്ഞ് വെച്ചു. അച്ഛൻ വീണ്ടും TVയുടെ മുമ്പിലാണ്. പക്ഷേ സിനിമ കാണാൻ വേണ്ടി ഇട്ടത് ഞാനാണ്. 2020 കാണണമെന്ന് പറഞ്ഞ് ഇട്ടതാണ്. പക്ഷെ കണ്ടത് അച്ഛനാണ്, ഞാനിരുന്നില്ല. ചേട്ടൻ കണ്ട ഷാർജ അടിക്കുകയാണ്. ഷാർജയൊക്കെ അടിച്ച് അച്ഛനും അമ്മയ്ക്കൊക്കെ കൊണ്ടു കൊടുത്ത് എന്നിട്ട് ആൾ മാറി അങ്ങ് ഇരുന്ന്. ഇനി നമുക്കുള്ളത് നീ എടുത്തുകൊണ്ട് വാ, ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നപ്പോൾ അവിടെ ഒരു ഹോർലിക്സ് ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പൊട്ടിച്ചതിൻ്റെ മേടിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഞങ്ങളും അത് കഴിച്ചു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ ഞാൻ ആദ്യം ചോറ് വാരിയെ കൊടുത്തിട്ട് കുഞ്ഞിനെ അവിടെ കളിക്കാനിരുത്തി. അതിന് അച്ഛനും അമ്മയൊക്കെ ചോറ് കഴിക്കുകയാണ്. അമ്മയ്ക്കും ചോറ് കൊടുത്തിട്ട് അമ്മ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. ഞാൻ ചേട്ടൻ്റെ കൂടെ കഴിക്കുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് മാറി അവിടെ ഇരുന്നു. ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ നാണ്ട് ഉറക്കമായിട്ടുണ്ട്. കൊച്ചാൾ രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയില്ല, അതുകൊണ്ട് ഞാനും ഉറങ്ങിയില്ല. വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ കട്ടനിടാൻ കയറി. ഞാനാണ് കേട്ടോ. അച്ഛനും അമ്മയും സമയത്ത് അവിടെ കുളിച്ച് പാകാനുള്ള റെഡിയാവുകയാണ്. ഞാൻ കട്ടനിട്ടു. കട്ടനാണ് ഞങ്ങളുടെ ഫേവറേറ്റ് എല്ലാവരുടെയും. അച്ഛനുള്ള കട്ടൻ ആദ്യമേ ഒഴിച്ചു. അച്ഛന് മധുരം വേണം, ഞങ്ങൾക്ക് മധുരം വേണ്ട. ഞങ്ങളധികം പഞ്ചസാരയൊന്നും കഴിക്കാറില്ല. പിന്നെ പഞ്ചസാര ഒന്നും ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ഇവിടെ അത് അമ്മയ്ക്ക് ഷുഗറുണ്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ മധുരമൊന്നും വലുതായിട്ട് കഴിക്കാറില്ല. അങ്ങനെ കുറേ നേരം കട്ടനെക്കുറിച്ച് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. വൈകുന്നേരം ഇപ്പോൾ അവർ പോയി. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞ് വരത്തുള്ളൂ. ജോലിക്ക് പോകുന്നുണ്ട്, അങ്ങനെ വല്ലപ്പോഴും വരൊക്കെ ഉള്ളൂ. അങ്ങനെ അവർ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.